നമ്മൾ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റിക്കിൽ വളർത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു പ്ലാന്റെങ്കിലും കാണാതിരിക്കത്തില്ല. അങ്ങനെ മിക്കവർക്കും സ്റ്റിക്കിൽ വളർത്തിയിട്ട് അധികം വളർച്ചയില്ല എന്ന് പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കായിട്ട് നമുക്കൊരു മോസ് പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മോസ് പോൾ അല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് കൊക്കോ ചിപ്സിൻ്റെ ബോൾസാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നത് തൊണ്ടുകളാണ്. ഈ തൊണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് കൊക്കോ ചിപ്സ് ആക്കിയെടുത്ത് നമുക്ക് എങ്ങനെ അത് ഒരു പോളാക്കാം എന്നുള്ള വീഡിയോ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തേക്കാം. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതുപോലൊരു പോൾ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആ സ്റ്റിക്കിൽ നമ്മൾ അന്നുണ്ടാക്കിയ പോൾസുകളിൽ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ ആ ഒരു പ്ലാന്റ്സുകളെല്ലാം എത്രയും വളർന്നിട്ടുള്ള എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പോളിൽ എങ്ങനെ പ്ലാന്റുകൾ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നെന്നുള്ളത്. നമ്മൾ സ്റ്റിക്കിൽ വെച്ചാലൊന്നും ഇതുപോലൊരു വലിയ രീതിയിൽ ലീഫുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതുപോലെ പോളുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൽ പറ്റി പിടിച്ച് വളർന്ന് നല്ല വലിയ പ്ലാന്റ് ആവും. നമ്മുടെ ഗാർഡനിലുള്ള ഇതുപോലുള്ള പ്ലാന്റ്സുകൾ ഉപയോഗിച്ച് നമുക്കൊരു ജംഗിൾ ഫീല് തന്നെ കൊണ്ടുവരാൻ ഇതുപോലുള്ള മോസ് പോളിലും അതുപോലെ തന്നെ കൊക്കോ ചിപ്സിൻ്റെ പോളിലും വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾക്ക് കഴിയും. എന്ന് വെച്ചാൽ അത് നല്ല വലിയ രീതിയിലുള്ള ലീഫായിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും കിളിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കൊക്കോ ചിപ്സിന് പകരം മോസാണ് ഉപയോഗിക്കുന്നത്. അതും വളരെ നല്ലതാണ്. പക്ഷെ നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. അതിനൊക്കെ നല്ല പോൾസ് ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ ഒരുപാട് വേണം. അപ്പോൾ മോസ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ കൊക്കോ ചിപ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്നത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല രീതിയിലൊരു പോൾ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്ലാന്റൊക്കെ എന്തോരം നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നു വരുന്നതെന്ന് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കയറി കണ്ടേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സിലൊക്കെ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ കൊക്കോ ചിപ്സിൻ്റെ പോളി നമ്മൾ വളർത്തുന്നതിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇതിൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന പ്ലാന്റ്സുകളുടെ ടോപ്പ് കട്ടിങ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് പ്രൊപ്പഗേഷൻ വെക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടും ടോപ്പ് കട്ടിങ് എടുത്ത് വെക്കുകയാണെങ്കിൽ.